അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുള്ളത് ഒരു ബേസിക് ഡെഫിനേഷൻ ആണ്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നൗ വി ആർ മൂവിങ് ടു സം മോർ അഡ്വാൻസ്ഡ് സെക്ഷൻ. വാട്ട് ഈസ് റിയർ ആൻഡ് നിയർ, റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കറൻസി എടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു കറൻസി ആയിട്ട് അങ്ങനെ കൺവേർട്ട് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഇന്ത്യയുടെ കേസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി ആകെ കൂടി ട്രേഡ് ചെയ്യുന്നത് ആര് മാത്രമായിട്ടല്ല, USA മാത്രമല്ല, പിന്നെയും ഒരുപാട് രാജ്യങ്ങളായിട്ട് ഇന്ത്യ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഈസ് ട്രേഡിംഗ് വിത്ത് റഷ്യ. ഇന്ത്യയും റഷ്യയും തമ്മിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻവോൾവ്ഡ് ആവുന്ന കറൻസീസ് ഏതൊക്കെയാണ്? ഇന്ത്യൻ റുപ്പി, റഷ്യസ് റൂബിൾ. ഇന്ത്യ ഈസ് ട്രേഡിംഗ് വിത്ത് യൂറോപ്യൻ യൂണിയൻ. ഏതെല്ലാം കറൻസീസ് ആണ് അവിടെ ഇൻവോൾവ്ഡ് ആവുന്നത്? ഇന്ത്യൻ റുപ്പി ആൻഡ് യൂറോ. ഓക്കെ അല്ലെ? ഇന്ത്യ ഈസ് ട്രേഡിംഗ് വിത്ത് UK. ഏതൊക്കെയായിരിക്കും? ഇന്ത്യൻ റുപ്പി, ബ്രിട്ടീഷ് പൗണ്ട് സ്റ്റീർലിംഗ്. ഇന്ത്യ ഈസ് ഡീലിംഗ് വിത്ത് ചൈന. ഇന്ത്യ ഈസ് ഡീലിംഗ് വിത്ത് ഓസ്ട്രേലിയ. ഇന്ത്യ ഈസ് ഡീലിംഗ് വിത്ത് മിഡിൽ ഈസ്റ്റ്. പല സിറ്റുവേഷനിലും പലതരം കറൻസീസ് ആണ് അവിടെ ഇൻവോൾവ്ഡ് ആവുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ കൺവേർഷൻ ഇൻ ടേംസ് ഓഫ് ഡോളർ മാത്രം പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. There exist or there involve multiple currencies. So we are going to discuss whenever they are involving multiple currencies, how we are going to determine exchange rate. So first we will start with the nominal exchange rate. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന എക്സ്ചേഞ്ച് റേറ്റിന്റെ ഡെഫിനേഷൻ വിളിക്കുന്ന പേരാണ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. എന്താ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ? ഹൗ ഇന്ത്യൻ കറൻസി ഈസ് evaluating or ചേഞ്ച് ഇൻ ഹാൻഡ് വിത്ത് അതർ കറൻസി. ഒരു കറൻസിയുമായി ഇന്ത്യൻ കറൻസി നമ്മൾ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ അല്ലേ? വാട്ട് എവർ വി ആർ ഡിസ്കസ് റൈറ്റ് നൗ ഈസ് കോൾഡ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. ഇന്ത്യയുടെ ഒരു യൂണിറ്റ് കറൻസി വേറൊരു ഫോറിൻ കറൻസിയുടെ ഒരു യൂണിറ്റിനോട് എത്രത്തോളം ഇക്വാലന്റ് ആണ്, വിച്ച് ഈസ് കോൾഡ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. ഈ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരു എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ഒരു കറൻസിയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് എന്ത്? ഇൻഫ്ലേഷൻ അല്ലെ? ഒരു കറൻസിയുടെ വാല്യൂവിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്യാതെ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് പുതിയൊരു അപ്ഗ്രേഡഡ് ഡെഫിനേഷനിലേക്ക് ഞാൻ വരാണ്. നിയർ അല്ലെങ്കിൽ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ രണ്ട് രാജ്യങ്ങളുണ്ട്, ഡോളറിലാണ് കൺവേർഷൻ എങ്കിൽ USA-യും ഇന്ത്യയും ഉണ്ട്. USA-യിലെയും ഇന്ത്യയിലെയും ഇൻഫ്ലേഷൻ റേറ്റിനെ കൺസിഡർ ചെയ്യാതെ എക്സ്ചേഞ്ച് റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ സിംപിളി വിളിക്കുന്ന പേരാണ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. ഒരു അഡീഷണൽ പോയിന്റ് കൊണ്ടുവന്നു. നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ദി എക്സ്ചേഞ്ച് റേറ്റ് വിത്തൗട്ട് കൺസിഡറിങ് ഇൻഫ്ലേഷൻ ലെവൽ ഇൻ ബോത്ത് കൺട്രീസ്. ഓക്കെ ആണല്ലോ? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ വി കം അപ്പ് വിത്ത് നെക്സ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് വിച്ച് ഈസ് കോൾഡ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ്. റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടേക്ക് ആദ്യം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഇത് എന്തൊക്കെ തന്നെയാണ്? നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അതിനോടൊപ്പം ഞാൻ ഒരു ടേമും കൂടി അഡീഷണൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിനെയും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാണ്. സോ വാട്ട് ഈസ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ്? ഇറ്റ് ഈസ് ബേസിക്കലി നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് വിത്ത് ഫോക്കസ് ഓൺ ഇൻഫ്ലേഷൻ. കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ? നിങ്ങൾക്ക് ഡെഫിനേഷൻ ഇത്ര മതി, കൺസെപ്റ്റ് ഒന്ന് ക്ലാരിറ്റിയിൽ വേണം കേട്ടോ. കൺസെപ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. രണ്ട് കൺട്രീസ് ഞാൻ എക്സാമ്പിൾ എടുത്തു, USA, ഇന്ത്യ. ഓക്കെ അല്ലേ? നമ്മളിപ്പോൾ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിലും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിലും നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ത്യയിലുള്ള എല്ലാ ഗുഡ്സും സർവീസസും നമ്മൾ മെഷർമെന്റിൽ എടുക്കാറില്ല. നമ്മൾ എന്തെടുക്കുക? ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ CPI ആണെങ്കിൽ ചില ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തു, ചില ഫ്യൂവൽസ് ഇൻക്ലൂഡ് ചെയ്തു, ചില സർവീസസ് ഇൻക്ലൂഡ് ചെയ്തു. WPI ആണെങ്കിലോ പലതരത്തിലുള്ള മാനുഫാക്ചേർഡ് ഗുഡ്സ് ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ നമുക്കൊരു കമ്പാരിസൺ നടത്തണമെങ്കിൽ ഒരിക്കലും എല്ലാ പ്രൊഡക്റ്റും
എല്ലാ സർവീസസും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിയൽ എക്സ്ചേഞ്ച് റേറ്റിലേക്കും വരുമ്പോൾ USA-യിലെയും ഇന്ത്യയിലെയും എല്ലാ കൊമോഡിറ്റീസ് നമ്മളിവിടെ എടുക്കില്ല. നമ്മളിവിടെ എന്താണ് എടുക്കുക? ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എടുക്കും. ഓക്കെ അല്ലേ? ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എടുക്കും. ഒരു സിമ്പിൾ ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ പറയാണ്. ഈ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിൽ ഒരു ആപ്പിൾ ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, ഒരു ഫുഡ് ഐറ്റം. ഈ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിൽ എന്തുണ്ട്? ഒരു ക്ലോത്ത് ഉണ്ട്, ഒരു ഫുഡ് വിയർ ഉണ്ട്, അതേപോലെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേമും കൂടി ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ ആണോ? എക്സാമ്പിള് ഞാൻ USA-യിലെയും ഇന്ത്യയിലെയും കറൻസി ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എടുക്കാം. ഈ എക്സാമ്പിൾ ഒന്ന് എഴുതിയെടുക്കലാട്ടോ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിളാ. എന്താ? ആ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിൽ ഒരു ആപ്പിൾ ഉണ്ട്, ഒരു ക്ലോത്ത് ഉണ്ട്, ഒരു ഫുഡ് വിയർ ഉണ്ട്, ഒരു സർവീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു ആപ്പിളിന്റെ, ഒരു ക്ലോത്തിന്റെ, ഒരു ഫുഡ് വിയറിന്റെ, ഈ ഫുഡ് വിയർ എന്ന് പറയുന്നത് ഈ എല്ലാത്തിന്റെയും USA-യിലെ വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. എന്തിന്റെ ടൈമില്? ഡോളറിന്റെ ടൈമില്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? USA-യിലെ ഇൻഫ്ലേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കില്ലേ? നമ്മൾ പൈസ കൊടുത്ത് ഒരു ആപ്പിൾ മേടിക്കുമ്പോൾ ആപ്പിളിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ആപ്പിളിന്റെ ഇൻഫ്ലേഷൻ ഇൻക്ലൂഡഡ് ആണ്. ഫുഡ് വിയർ വാങ്ങുകയാണെങ്കിൽ ഫുഡ് വിയറിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ഫുഡ് വിയറിന്റെ ഇൻഫ്ലേഷൻ ഇൻക്ലൂഡഡ് ആണ്. ക്ലോത്തിന്റെ ഇൻഫ്ലേഷൻ ഇൻക്ലൂഡഡ് ആണ്. ആ സെയിം സെറ്റ് ഓഫ് ഗുഡ്സ്, ആ സെയിം സെറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇന്ത്യയിൽ വാങ്ങുകയാണെങ്കിൽ എത്ര റുപ്പീസ് ആണെന്ന് ഞാൻ നോക്കും. സെയിം സെറ്റ് ഓഫ് ഗുഡ്സ് USA-യിൽ വാങ്ങുമ്പോൾ ഡോളറിലായിരിക്കും, അത് എത്രയാണെന്ന് ഞാൻ മെഷർ ചെയ്യും. ആ സെയിം സെറ്റ് ഓഫ് ഗുഡ്സ് ഇന്ത്യയിൽ വാങ്ങുമ്പോൾ റുപ്പീസിൽ എത്രയാണെന്ന് ഞാൻ മെഷർ ചെയ്യും. അത് വെച്ച് ഞാനൊരു ഫോർമുല ഇവിടെ ജനറേറ്റ് ചെയ്യണം. നോക്കിയേ, റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്താ? പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ US ഡിവൈഡഡ് ബൈ, ഇത് മിക്കവാറും എന്തിലായിരിക്കും കിടക്കണ്ടായിരിക്കുക? സോറി, ഡോളറിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. കറക്റ്റ് അല്ലേ? ഡിനോമിനേറ്ററിൽ ആരാണ്? പ്രൈസ് ഓഫ് ലെവൽസ് ഇൻ ഇന്ത്യ എന്തിലായിരിക്കും? റുപ്പീസ്. ഈ ഒരു ടൈമിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി? USA-യിലെയും ഇന്ത്യയിലെയും ഇൻഫ്ലേഷനെ നിങ്ങൾ കമ്പയർ ചെയ്തു. ആ കമ്പയർ ചെയ്ത ഡാറ്റനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു? നമ്മുടെ സിമ്പിൾ എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, വിച്ച് ഈസ് കോൾഡ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ്. ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടിയ? റിയൽ എക്സ്ചേഞ്ച് റേറ്റ്, നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്താ ഡിഫറൻസ്? നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഓഫ് ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് കറൻസി മാത്രമേ ഉള്ളൂ. നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് മാത്രമേ ഇൻക്ലൂഡഡ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കറൻസി. പക്ഷെ കറൻസിയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് എന്ത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ കറൻസി നമ്മൾ എന്തിനു ഉപയോഗിക്കുക? വാട്ട് ഈസ് ദി ബേസിക് പർപ്പസ് ഓഫ് കറൻസി അല്ലെങ്കിൽ മണി? ടു ബൈ ഓർ സെൽ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ? ഇതിലേക്ക് നമ്മൾ എന്ത് വേണം? എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു കൃത്യമായി ഇൻഡിക്കേറ്റർ ആവണം. ആ പൈസ വെച്ച് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമെന്ന്. വാങ്ങാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഏത് ടൈം വരും? ഇൻഫ്ലേഷൻ വരും. ദാറ്റ് ഈസ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് വിത്ത് കൺസിഡറേഷൻ ഓഫ് ഇൻഫ്ലേഷൻ ഈസ് കോൾഡ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ്. ഇത്രയൊക്കെ ഇത് മനസ്സിലാക്കണ്ടു കേട്ടോ. ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് കിട്ടാനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. So what is the relation between real exchange rate and nominal exchange rate? Price of basket of goods and services in US divided by price of the same items in India into nominal exchange rate. നമുക്കിത് ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷൻസ് ഇത് ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷൻ NER നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിലും റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിലും ആര് തമ്മിലുള്ള റിലേഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്? USA-യും ഇന്ത്യയും മാത്രമുള്ള റിലേഷൻ, അല്ലെങ്കിൽ ഡോളറും റുപ്പീസും തമ്മിലുള്ള റിലേഷൻ മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്തത് അല്ലെ? ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഈസ് എ ട്രേഡിംഗ് പാർട്ട്ണർ വിത്ത് മൾട്ടിപ്പിൾ കൺട്രീസ്. വി ആർ എക്സ്പോർട്ടിംഗ് ടു മൾട്ടിപ്പിൾ കൺട്രീസ് ആസ് വെൽ ആസ് വി ആർ ഇമ്പോർട്ടിംഗ് ഫ്രം മൾട്ടിപ്പിൾ കൺട്രീസ്. കറക്റ്റ് അല്ലേ? ഞാൻ ഇനി അടുത്ത ഇതിലേക്ക് ഒരു അപ്ഡേഷൻ കൊണ്ടുവരാൻ പോവാണ്. നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. ഒരു ഇയും കൂടി ഞാൻ അതിലേക്ക് ചേർത്തു. എന്താണ്? നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. നോക്കിയേ, ഡോളറും റുപ്പീസും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഞാൻ എഴുതി. അതേപോലെ തന്നെ റുപ്പീസും യൂറോയും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഞാൻ എടുത്തു. റുപ്പീസും ജാപ്പനീസ് യെന്നും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എടുത്തു. റുപ്പീസും പൗണ്ട് സ്റ്റെർലിംഗും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഞാൻ എടുത്തു. ഇതിന്റെ എല്ലാത്തിന്റെ ഒരു
ഏവറേജ് ഞാൻ എടുക്കുകയാണ്. ഇതിന്റെ എല്ലാത്തിന്റെ ഏവറേജ് എന്ന് പറയുമ്പോൾ എന്താണ് കൺസെപ്റ്റ്? ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് പാർട്ട്നേഴ്സിനെ നമ്മൾ എടുത്തു. ആ ട്രേഡിംഗ് പാർട്ട്നേഴ്സിന്റെ ഒക്കെ കറൻസി ഞാൻ എക്സ്ചേഞ്ച് റേറ്റിൽ എടുത്തു. അതിന്റെ ഏവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിളിക്കും. നീറിന്റെ അല്ലെങ്കിൽ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റിന്റെ പല രാജ്യങ്ങളായിട്ടുള്ള ഏവറേജ് എടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. ഈ നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഒരു രാജ്യത്തിന്റെ കറൻസി എന്താണ് വാല്യൂ ഉള്ളതാണോ അല്ലേ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. കാരണം എന്തായിരിക്കും? ഏതെങ്കിലും ഒരു സിംഗിൾ കറൻസി മാത്രം കമ്പയർ ചെയ്തിട്ട് ഒരു രാജ്യത്തിന്റെ വാല്യൂ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഒരു പർട്ടിക്കുലർ കൺട്രി എന്ന് പറയുന്നത് പല രാജ്യങ്ങളുമായി ട്രേഡിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പൊ മൊത്തത്തിലുള്ള ആ രാജ്യത്തിന്റെ കറൻസിയുടെ വാല്യൂ റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഒന്നല്ലെങ്കിൽ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. ഒന്ന് ഗസ് ചെയ്ത് എന്തായിരിക്കും റിയറിന്റെ ഡെഫിനിഷൻ? നമ്മളിപ്പോ റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റും റിയൽ എക്സ്ചേഞ്ച് റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ ഞാൻ എന്ത് മാത്രം ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്? ഡോളറും റുപ്പീസും തമ്മിലുള്ള കൺവേർഷൻ ഇൻഫ്ലേഷൻ ചേർത്ത് പറഞ്ഞു അല്ലെ. ഇതേപോലെ യൂറോയും പൗണ്ട് സ്റ്റീർലിങ്ങും മറ്റു കറൻസീസുമായി ഞാൻ എന്ത് ആഡ് ചെയ്യാണ്? ഇൻഫ്ലേഷൻ ആഡ് ചെയ്യാണ്. അപ്പൊ എന്തുണ്ട്? ഒരുപാട് കറൻസീസിന്റെ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതിന്റെ ആവറേജ് എടുത്ത് എന്ത് കിട്ടി? റിയർ കിട്ടി. നീറും റിയറും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആണോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം നമുക്ക്. എന്താണ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്? സ്റ്റാർട്ട് ചെയ്യും. നോമിനൽ എക്സ്ചേഞ്ച് റേറ്റിന് വിളിക്കുന്ന വേറൊരു പേരാണ് ബൈലാറ്ററൽ എക്സ്ചേഞ്ച് റേറ്റ്. എന്താ വാക്ക്? ബൈലാറ്ററൽ എക്സ്ചേഞ്ച് റേറ്റ്. ബൈലാറ്ററൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കറൻസീസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ബൈലാറ്ററൽ എക്സ്ചേഞ്ച് റേറ്റ്. നീറിലേക്ക് വരുമ്പോ എന്താ ഉണ്ടായേ? നീറിൽ എന്ന് പറയുന്നത് ഏവറേജ് ഓഫ് ഇന്ത്യസ് ബൈലാറ്ററൽ എക്സ്ചേഞ്ച് റേറ്റ്സ്. ശരിയാണോ? ഏവറേജ് ഓഫ് ഇന്ത്യസ് ബൈലാറ്ററൽ എക്സ്ചേഞ്ച് റേറ്റ്. ഡോളർ റുപ്പി തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എടുത്തു. അതേപോലെ തന്നെ റുപ്പീസും യൂറോയും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എടുത്തു. റുപ്പീസും ഓസ്ട്രേലിയൻ ഡോളറും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എടുത്തു. റുപ്പീസും യെന്നും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എടുത്തു. ഈ എല്ലാത്തിന്റെയും കൂടി ഏവറേജ് എടുത്തതിന് എന്ത് കിട്ടി? നോമിനൽ എക്സ്ചേഞ്ച് റേറ്റിൽ നിന്നും നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് കിട്ടി. ഈ ചേർത്തതിന് എന്താർത്ഥമുള്ളൂ? ഏവറേജ്. ഈ ചേർത്തപ്പോ എന്താ ചെയ്ത പ്രോസസ്? ഏവറേജ്. എന്താണ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ്? റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ബേസിക്കലി നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് വിത്ത് കൺസിഡറേഷൻ ഓഫ് ഇൻഫ്ലേഷൻ. ഇനി പല രാജ്യങ്ങളുടെ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ഇന്ത്യ എടുത്തതിന്റെ ഏവറേജ് എടുത്തതിന് എന്ത് കിട്ടി? റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ അല്ലേ? സിമ്പിൾ കൺസെപ്റ്റ് അല്ലേ? ഇതൊന്നും മനസ്സിലാക്കാം കേട്ടോ. Now we are moving to the actual discussion of this chapter.